ഇന്ത്യയോട് കളിക്കാൻ വന്ന ചൈന എല്ലാ മേഖലയിലും തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ ചൈനയുടെ തളർച്ച മുതലെടുത്ത് ഇന്ത്യയുടെ വൻ മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ്. ആഗോള മേഖലയിലെ മുൻനിര കളിപ്പാട്ട നിർമ്മാണ കമ്പനികൾ ചൈനയിൽ നിന്ന് നിക്ഷേപം പിൻവലിച്ച് ഇന്ത്യയിൽ പ്രവർത്തനം ശക്തമാക്കിയതോടെ കയറ്റുമതി രംഗത്തും വൻ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 2014-15 സാമ്പത്തിക വർഷത്തിനും 2022-23 വർഷത്തിനുമിടയിൽ ഇന്ത്യയിൽ നിന്നുള്ള കളിപ്പാട്ട കയറ്റുമതിയിൽ 239% വർധനയുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാലയളവിൽ കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതിയിൽ 52% ഇടിവും ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തര കളിപ്പാട്ട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും ചൈനയ്ക്കൊപ്പം പുതിയ ഒരു നിർമ്മാണ കേന്ദ്രം കൂടി വേണമെന്ന ആഗോള നിക്ഷേപകരുടെ നിലപാടുമാണ് ഇന്ത്യക്ക് നേട്ടമായത്. ആഭ്യന്തര കളിപ്പാട്ട നിർമ്മാതാക്കളെ സംരക്ഷിക്കുന്നതിനായി ഇറക്കുമതി തീരുവ കുത്തനെ ഉയർത്തിയും രാജ്യത്ത് വിൽക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അംഗീകാരം നിർബന്ധമാക്കിയതും അനുകൂലമായിട്ടുണ്ട് ഇന്ത്യക്ക്. ഇക്കാലയളവിൽ കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതിക്ക് കേന്ദ്ര സർക്കാർ 70% കസ്റ്റംസ് തീരുവയാണ് ഏർപ്പെടുത്തിയത്. BIS നിബന്ധന ഏർപ്പെടുത്തിയതിനു മുമ്പ് ആഭ്യന്തര വിപണിയിൽ വിൽക്കുന്ന 80% കളിപ്പാട്ടങ്ങളും ചൈനയിൽ നിന്നാണ് എത്തിയിരുന്നത്. എന്നാൽ 10 വർഷം മുമ്പ് BIS നിർബന്ധമാക്കിയതോടെ ചൈനീസ് കളിപ്പാട്ടങ്ങളുടെ വിൽപ്പന കുത്തനെ ഇടിയുകയാണ് ചെയ്തത്. ഇതോടൊപ്പം ഇറക്കുമതിക്ക് ഉയർന്ന എക്സൈസ് തീരുവയും ഏർപ്പെടുത്തിയതോടെ ആഭ്യന്തര ഉൽപ്പാദകരുടെ മത്സരക്ഷമത ഗണ്യമായി മെച്ചപ്പെട്ടു. നിലവിൽ ആഗോള വിപണിയിലെ മുൻനിരക്കാരായ ഹാസ്ബ്രോ, മാറ്റൽ, സ്പിൻ മാസ്റ്റർ, എർലി ലേണിംഗ് സെന്റർ എന്നിവർ ഇന്ത്യൻ കമ്പനികളിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. കളിപ്പാട്ട ഉൽപ്പാദന മേഖലയിലെ ആഗോള ഭീമന്മാരായ ഇറ്റലിയിലെ ഡ്രീം പ്ലാസ്റ്റ്, മൈക്രോപ്ലാസ്റ്റ്, ഇൻകാസ് എന്നിവ ചൈനയിലെ നിക്ഷേപം ഇന്ത്യയിലേക്ക് മാറ്റാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അടുത്ത 4 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്നുള്ള കളിപ്പാട്ടങ്ങളുടെ കയറ്റുമതി മൂല്യം 25,000 കോടി രൂപയിലെത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിലവിൽ 17,000 കോടി രൂപയാണ് ഇന്ത്യയുടെ കയറ്റുമതി വരുമാനം. ഇന്ത്യയെ ആഗോളതലത്തിലെ പ്രധാന കളിപ്പാട്ട നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുമെന്ന് 2021 ഇന്ത്യ ടോയ് ഫെയർ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതാണ്. കളിപ്പാട്ട നിർമ്മാണത്തിന് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ച് പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കളിപ്പാട്ട നിർമ്മാണത്തിൽ ഇന്ത്യ ആത്മനിർഭരത കൈവരിക്കണമെന്നും ആഗോള മാർക്കറ്റിലേക്ക് ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിക്കണമെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. രാജ്യത്ത് 85% കളിപ്പാട്ടങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് അന്ന് ഇറക്കുമതി ചെയ്തിരുന്നത്. ആഗോള കളിപ്പാട്ട വിപണി എന്നത് $100 ബില്യൺ കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. അതിൽ ഇന്ത്യയുടെ പങ്ക് വളരെ ചെറുതായിരുന്നു. അക്കാര്യത്തിൽ തനിക്ക് ദുഃഖമുണ്ടെന്ന് അന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇക്കാലയളവിനുള്ളിൽ ഇത്ര വലിയ നേട്ടം ഇന്ത്യ കൊയ്തിരിക്കുന്നത്. കൈകൊണ്ട് നിർമ്മിച്ച ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും വാരണാസി, ജയ്പൂർ, ചെന്നപട്ടണം അടക്കമുള്ള രാജ്യത്തെ പ്രധാന കളിപ്പാട്ട നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത കളിപ്പാട്ട നിർമ്മാണ തൊഴിലാളികളുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. തദ്ദേശീയമായ കളിപ്പാട്ട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ദേശീയ കളിപ്പാട്ട നിർമ്മാണ കർമ്മ പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയിരുന്നു. 15 മന്ത്രാലയങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കളിപ്പാട്ട നിർമ്മാണ രംഗത്ത് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയാണ് സർക്കാർ ലക്ഷ്യമിട്ടത്.